Hey everyone. ഇനി വന്നിട്ട് ഒരു ധോത്തി സ്റ്റൈലിംഗ് ഭയങ്കര മോഡൽ അല്ലേ. നമുക്ക് സാരിയുടെ ഈ പാർട്ടൊക്കെ ഇങ്ങനെ തന്നെ, ഇത് ജസ്റ്റ് എടുത്തിട്ട് ധോത്തി സ്റ്റൈലിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ ഞാൻ നമ്മളാ കുത്തിയ പിന്ന് ഇവിടെ തന്നെ ഉണ്ട്. റിമൈനിങ് എവറിത്തിങ് ഇസ് സെയിം. ആ പ്ലീറ്റ്സ് കുറച്ചും കൂടെ ഒന്ന് ഇവിടേക്ക് വരണം കേട്ടോ. നമ്മുടെ ഇവിടെ വരുന്ന രീതിയിൽ വരണം പ്ലീറ്റ്സ്. ഞാൻ ഒന്നും കൂടെ എടുത്ത് പിന്നൂത്തി കൊടുക്കുന്നുണ്ട്. സാരിയുടെ പ്ലീറ്റിന്റെ ഇങ്ങനെ കുത്തി കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ പ്ലീറ്റ്സ് എല്ലാം കാണുകയും ചെയ്യാം. കണ്ടില്ലേ? ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. ഇനി ഇവിടെയാണ് നമുക്ക് നെക്സ്റ്റ് വർക്ക് വരുന്നത്. നിങ്ങൾക്ക് ഉള്ളിൽ കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ ഞാൻ പിന്നൂത്തി ഉണ്ടായിരുന്നല്ലോ, ഇവിടെ കുത്തി കൊടുത്തിട്ടുണ്ടേ. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ പോലെ ഒരു ഫ്ലവർ വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുണ്ടല്ലേ. സോ ഇനി വന്നിട്ട് നമുക്ക് ഇതൊന്ന് അഴിക്കാം. ഇതും അഴിക്കാം. ഇവിടുത്തത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? ഇത് കണ്ടോ? ഇതിവിടെ ഒന്ന് ചുരുട്ടി കുത്തി കൊടുത്തിട്ടുണ്ട്. ഒരു അനാഥ സ്റ്റൈലായി. ഇത് കണ്ടില്ലേ ബാക്ക് ഭാഗം? ഇതിപ്പോ ഇങ്ങനെയല്ലേ. ഈ പ്ലീറ്റ്സ് കുറച്ച് ഇങ്ങോട്ട് കുത്തിയാല് വേറെ ഒരു സ്റ്റൈൽ ആവും കേട്ടോ. ഇപ്പൊ നമുക്ക് സാരിയാന്ന് തോന്നും. സാരിയാന്ന് തോന്നാത്ത രീതിയിൽ ഇപ്പൊ നമുക്ക് അല്ലാതെ നമുക്ക് ചെയ്യാം. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ വേണമെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഈ പ്ലീറ്റ്സ് കുത്തി കഴിഞ്ഞാൽ ഇവിടെ വരും ലെയേഴ്സ്. ഓക്കെ, അത് കുറച്ച് ആദ്യം മുതൽ നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് വല്ലാതെ കടക്കാതിരുന്നത്. ഒന്ന് സ്റ്റൈലായില്ലേ? ഇതിങ്ങനെ വിട്ടു പോവാതിരിക്കാനാണ് കേട്ടോ ഞാനത് കെട്ടിയത്. ഇപ്പൊ ഇവിടെ ഇതങ്ങെടുത്ത് ഇതിനുള്ളിൽ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വിട്ടുപോവില്ല, അവിടെ കിടന്നോളൂ. കണ്ടില്ലേ? So now we can just remove this. ഇനിയിപ്പോ ഞാൻ കാണിച്ച സ്റ്റൈൽസ് എല്ലാം അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ആ സ്റ്റൈൽസ് എല്ലാം റിപ്പീറ്റ് ചെയ്യാം നമുക്ക്. ഇത് കണ്ടോ? പ്ലീറ്റ്സ് ഇവിടെയാ വരാം. അപ്പൊ അതിന് ഓക്കെ, ഇതിവിടെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. ഇതിങ്ങനെ ഇടാം. ഓറൽസ് ആ തുമ്പുഭാഗം എടുത്ത് ഞാൻ ഇങ്ങോട്ട് കുത്തി കൊടുത്തു. നിങ്ങൾക്ക് ആ ലേസും ഇങ്ങോട്ട് വെച്ചു. വേണമെങ്കിൽ ഒരു ബെൽറ്റ് ഇട്ട് കൊടുത്താല് അതിനകത്ത് ആ ധോത്തി സ്റ്റൈല് വന്നു. ഇവിടെ കാണുമ്പോൾ നമുക്ക് ധോത്തി പോലെ തോന്നും, പക്ഷെ ഇത് കണ്ടില്ലേ, ഇവിടെ ഈ പ്ലീറ്റ്സ് വരും. ഇതിപ്പോ ഫ്രണ്ടില് പ്ലീറ്റ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ. നമുക്കൊരു ധാവണി കൈൻഡ് ഓഫ് സ്റ്റൈല് വരും. ആ ഒരു ഫ്ലവർ പാറ്റേൺ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ട് സൈഡിൽ നിന്ന് നമുക്കൊരു മോഡല് ബാക്ക് ഭാഗം കണ്ടില്ലേ, ആ ഒരു ബാക്കിൽ ആ ഒരു ഭംഗിയിൽ അവിടെ കിടക്കുകയും ചെയ്യും ഇങ്ങനെ കൊടുത്താൽ. നെക്സ്റ്റ് കണ്ടില്ലേ, ആ ഒരു ഫ്ലെയർ അവിടെ ഉണ്ട്. ഫ്രണ്ടിൽ പ്ലെയിൻ ആണ്. ഈവൻ നിങ്ങൾക്ക് ഇത് ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ
ആക്ച്വലി ഒരു ബട്ടൺ ടെക്നിക് ആണ് കേട്ടോ. ഈ ഒരു കോയിൻ ആൻഡ് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രോക്ക് ആക്കിയിട്ടും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒരു പ്ലെയിൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആക്ച്വലി ഒരു ഫാഷൻ ഉണ്ട്. ബട്ടൺ ഫാഷൻ തന്നെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ഡിസൈനർ ഉണ്ട്, അവരുടെ ബുട്ടീക്കിൽ അല്ലെങ്കിൽ അയാള് ചെയ്യുന്നത് ഓൺലി ബട്ടൺ ഫാഷൻ ആണ്. പ്ലെയിൻ ക്ലോത്ത് കൊണ്ടൊരു നമ്മളൊരു ഡിസൈൻ ഈ രീതിയിലാക്കി കൊടുക്കാൻ പറഞ്ഞാൽ അയാൾ അത് വെച്ചിട്ട് ചെയ്യും. നല്ല ഫുൾ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്തൻ ഒരു നമ്മള് ചാനലിന്റെ പേര് ഓർമ്മയില്ല, ഒരു ചാനലിൽ ഒരു ഷോ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ഫാഷൻ റിലേറ്റഡ് ഷോ വന്നിട്ട് ആ ഷോയില് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം. ഇതാണ് ഒരു അനദർ മോഡൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് അഗെയിൻ ഈ ഒരു ബട്ടൺ ഫാഷൻ വെച്ചിട്ട് ഒരുപാട് നമുക്ക് ചെയ്യാം. ദിസ് ഇസ് നോട്ട് ദ വൺ, ഒരുപാട് ചെയ്യാം. ഇതിപ്പോ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി കൊടുത്താലും ഉള്ളിലേക്ക് കുത്തി കൊടുത്താലും അറിയില്ല, ഇത് ഉള്ളിലേക്കും കുത്തി കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അപ്പം അങ്ങനെയൊന്നും വേണ്ടെങ്കിൽ ഇവിടെ കുത്തി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് വന്ന എന്തോ തുണിയാന്ന് വിചാരിക്കും ആളുകൾ. പ്ലെയിൻ ആണ്, ബാക്ക് ആക്ച്വലി പ്ലെയിൻ ആയിട്ടാണ് വരാം. ഫ്രണ്ട് കുറച്ചുകൂടെ ഒരു ലേയേഴ്സും ഫ്ലയേഴ്സും ഒക്കെ വന്നിട്ടുള്ള രീതി. ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. സാറ്റിൻ സാരിയുടെ ഒരു മോഡൽസ് അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിച്ചിട്ട് ഡ്രസ്സിങ് ഇതൊന്ന് കബോർഡിലുണ്ടെങ്കിൽ ഒരുപാട് മോഡൽസ് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലോത്ത് കുറച്ച് ഇത് 5 മീറ്റർ ഉണ്ട്, 5 മീറ്ററിന്റെ ആവശ്യമില്ല, 3 മീറ്റേഴ്സ് തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളമായിട്ട് ഫ്രോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോസ് ഇനിയും വരുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും ഇഷ്ടപ്പെട്ടത് ഏത് ലുക്കാന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ എവ്രിവൺ.